ൊരു വചനഭാഗം എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. അതിവേഗത്തിൽ പോകത്തിലെല്ലാം പ്രവചനമാണ്. ഇന്നത്തെ ഇസ്രായേൽ ഇറാൻ ബന്ധപ്പെട്ട് ജെറുസലേമിലേക്കുള്ളൊരു യാത്രയാണ് ഇന്ന് രാത്രി. അവസാന ഭാഗങ്ങൾ വരുമ്പോൾ അതിൻ്റെ പൂർണ്ണത നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യ ദിനം മുതൽ നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,173, 39 പഴയ നിയമഗ്രന്ഥം, 27 പുതിയ നിയമഗ്രന്ഥം, 66 പുസ്തകങ്ങളെ സമാഹാര ഹോളി ബൈബിൾ. അതിനകത്ത് പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളാണ്. പഴയ നിയമത്തിൻ്റെ പ്രത്യേകത 17 പുസ്തകങ്ങൾ പ്രവചനങ്ങളാണ്. പ്രവചനങ്ങൾ 3 തലമുണ്ട്. ഒന്ന് വലിയ പ്രവചനം, എസെക്കിയേലും ഇരമ്യാവും യെശയ്യാവും, ഇതൊക്കെയാണ് വലിയ പ്രവചനം. 2 മിഡിൽ പ്രവചനം എന്ന് ദൈവദാസന്മാർ പറയുന്നു. സെഖര്യാവുണ്ട്, ആമോസുണ്ട്, ഹോശയുണ്ട്, ദാനിയേൽ. 3-ാമത്തെ പ്രവചന ഭാഗമാണ് ഹബക്കൂക്കുണ്ട്, നഹൂമുണ്ട്, യോവേലുണ്ട്, ഇങ്ങനെയുള്ള മീക്കായുണ്ട്. ഇതെല്ലാം ചെറിയ പ്രവചനങ്ങൾ. ഇന്ന് രാത്രി മിഡിൽ പ്രവചനങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രവചന ഭാഗം വിശുദ്ധ ബൈബിളിലെ 30-ാമത്തെ പുസ്തകമാണ്, 39-ാമത്തെ പുസ്തകമാണ് സെഖര്യ, 38-ാമത്തെ പുസ്തകം സെഖര്യ പ്രവചനം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 14 അധ്യായങ്ങൾ മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനോടനുബന്ധിച്ച് ഏകദേശം ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 211 വാക്യങ്ങളാണ് 14 അധ്യായങ്ങളിൽ. ഇദ്ദോ പ്രവാചകന്റെ കൊച്ചുമകനായ സെഖര്യാവ് ഇസ്രായേലിനെ പറ്റി പ്രവചിക്കുന്ന അന്തിമ ദിനങ്ങളാണ് സെഖര്യ പ്രവചനം. വായിച്ചത് 12. ജെറുസലേം പരിഭ്രമപാത്രം, ഭാരമുള്ള കല്ല്, ജാതികൾ വിരോധമായി കൂടി വരും, ഇസ്രായേലിന്റെ വിഷയത്തിൽ ലോകം മുറിവേൽക്കപ്പെടും. എന്താ ജെറുസലേം? ഇനി ഒരു കഥ പോകുന്നത് പോലെ കേൾക്കണം. പല വ്യക്തികളും പറയുന്നതല്ല ജെറുസലേം. എവിടെ ജെറുസലേം? എന്തിവിടുത്തെ പ്രശ്നം? 4 ഭാഗങ്ങളിലേക്ക് 3 ഭാഗങ്ങൾ കഴിയുമ്പോൾ ഇടവേളയിലേക്ക് നാം പോകും. ഇന്ന് രാത്രി ശ്രദ്ധയോടെ ബൈബിൾ. ഉൽപ്പത്തി 1 ആദിയിൽ ദൈവം ആകാശം ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. അതിൻ്റെ പേരാ കാസ്മോസ്, 1-ാം ലോകം. ഉൽപ്പത്തി 2 ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. പാലാട്ട് പോണത് കേൾക്കണം. എവിടെ വെച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു? ഇറാഖിലല്ല. ഇറാഖിൻ്റെ അക്കരെ ഒരു നദിയുണ്ട്, യൂഫ്രട്ടീസ്. അതിൻ്റെ അക്കരെ ഒരു മണ്ണുണ്ട്, കറുത്ത മണ്ണ്. ആ മണ്ണിൻ്റെ പേരാ എത്യോപ്യ. എത്യോപ്യയിൽ നിന്ന് 6 ഘടകം സ്വർഗമെടുക്കുന്നു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസ്ത്രം. നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. ബൈബിൾ റെഫറൻസ് കൂടെ നോട്ട് ചെയ്യാം. ഉൽപ്പത്തി 2:12 നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യന്. ഇയ്യോബ് 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ. അതുപോലെ തന്നെ സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി 90 അനാദിയായി ശാശ്വതമായി നീ ഞങ്ങളുടെ ദൈവം, മർത്യരെ പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം. ദാനിയേൽ 12:2 നിലത്ത പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും. സിട്ടാവായ ദൈവം സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആദമിനെ മടഞ്ഞു. സ്വർഗത്തിലെ ദൈവം താഴേക്കിറങ്ങി വന്നു. ആദമിൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ആദം ചലിക്കുന്ന ദേഹിയായി. ഇന്ന് രാത്രി അതുകൊണ്ട് ഈ ദൈവത്തെ ഞങ്ങൾ മഹാദൈവം എന്ന് പറയുന്ന വിശ്വസിക്കുന്നവർക്കായി, അതുകൊണ്ട് കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ ദൈവം, മണ്ണിൽ നിന്ന് ഫിൽട്രേറ്റ് ചെയ്ത് കിട്ടുന്ന മൂലകമായ പൊടിയിൽ നിന്ന് മനുഷ്യനെ മനഞ്ഞിട്ട് സിട്ടാവ് അവൻ്റെ ശ്വാസമൂതിയപ്പോൾ ആദമിൻ്റെ കണ്ണ് ചലിക്കുവാൻ തുടങ്ങി, അവൻ്റെ കരങ്ങൾ ചലിക്കുവാൻ തുടങ്ങി, ഹൃദയത്തിൻ്റെ അറകൾ ചലിക്കുവാൻ തുടങ്ങി, കാലുകളും കൈകളും മേധസ്സോടെ ചലിക്കുവാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാം ഈ ദൈവം മഹാദൈവം, കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ ദൈവം. അപ്പോൾ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ആ നന്നല്ലെന്ന വാർത്ത പ്രകാരം സ്വർഗത്തിലെ ദൈവം ആദമിൻ്റെ വാരിയലിൽ നിന്ന്, ആദമിൻ്റെ ശരീരത്തിലെ വാരിയലിൽ നിന്നൊരു സഹോദരിയെ മെനഞ്ഞു. അതിനകത്തൊരു സയൻസ് ഉണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. ആ സയൻസാണ് ആദമിന് ഗാഠനിദ്ര വരുത്തി. 1975 വരെ മെഡിക്കൽ സയൻസ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഓരോ ഭാഗം ഗുളിക കൊടുത്ത് മയക്കിയിട്ട് കൈവരെ കെട്ടിയിട്ടിട്ട് ഈ മനുഷ്യനെ ഓപ്പറേഷൻ ചെയ്ത് 75-ന് ശേഷം ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ഇസ്രായേലിലെ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ജെയിംസ് സിംസൺ. അദ്ദേഹം ഈ ബൈബിൾ വായിച്ചു. ആദമിനെങ്ങനെ ഗാഠനിദ്ര വരുത്തി. അവൻ്റെ ചിന്ത പോയി, ഒരു യഹൂദനായിരുന്നു. അപ്പോൾ അവന് പിടികിട്ടി മനുഷ്യൻ്റെ ശരീരത്തിൽ മരുന്ന് പമ്പ് ചെയ്താൽ ഏകദേശം മണിക്കൂറുകൾ അവൻ മിണ്ടാതെ കിടക്കും. അങ്ങനെ അവൻ ആദ്യം കണ്ടുപിടിച്ചു ക്ലോറോഫാം. ആ ക്ലോറോഫാമിൻ്റെ മൂത്ത ചേട്ടന് ഇന്ന് കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്ന അനസ്തേഷ്യ, കരമുയർത്തുന്നവർക്കായി ഇത് കണ്ടത് ബൈബിളിൽ നിന്ന്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇത് അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ നിങ്ങളുടെ PSCക്ക് വരും, ഡോക്ടർ ജെയിംസ് സിംസൺ. അങ്ങനെ തക്ക തുണയായി ആരെ കൊടുത്ത് ഹവ്വായി അവരെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചത് ഏവൻ. അവരെ സൃഷ്ടിച്ചത് എത്യോപ്യയിൽ നിന്ന് കൊണ്ടുവന്ന് അവരെ പാർപ്പിച്ചത്. അവിടെ വെച്ച് അനുഗ്രഹം, അടക്കി വാഴണം, പെറ്റുപരുകണം, സന്താനപുഷ്ടിയുള്ളവരാകണം, നിത്യം ദൈവത്തെ ആരാധിക്കണം. എന്നിട്ട് ദൈവം സായം സന്ധ്യയിൽ അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് കരം തൊടു. ആ കുഞ്ഞുങ്ങളോട് ഒരു ടോർപ്പിട വെച്ചു. തോട്ടത്തിൻ്റെ നടുവിൽ ഒരു വൃക്ഷമുണ്ട്, അതിൻ്റെ ഫലം ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ തോട്ടത്തിൽ നിന്ന് പുറത്താകും.
ആ സമയത്ത് ഈ ആദമിനെ പല പ്രാവശ്യവും ആര് സ്വാധീനിച്ചു? സർപ്പം ഉപായത്തിൽ സ്വാധീനിച്ചു. എന്നിട്ട് ആദം വീണില്ല. കഷ്ടകാലത്തിന് ആദം പനിച്ചു മൂടി ചന്ത ഇടയ്ക്കിടയ്ക്ക് പോയപ്പോൾ അവ അമ്മച്ചോട് ഈ സർപ്പം പല കഥകളും പറഞ്ഞു. വീട് തരാം, കാറ് തരാം, വെളുത്ത പെണ്ണിനെ തരാം, കമ്പ്യൂട്ടർ തരാം എന്ന് ഞങ്ങളുടെ ഉപദേശിമാർ പറയുന്നത് പോലെ അവ അമ്മയെ സ്വാധീനിച്ചു. അമ്മാമ്മയെ കൊണ്ട് അവൻ പകുതി തീറ്റിച്ചു. 2 എണ്ണത്തിനെ പുറത്താക്കണം. ഭയങ്കര ടെക്നിക്കായിരുന്നു സാത്താൻ. അതുകൊണ്ട് പറഞ്ഞ അച്ചായന് ഇത് കൊടുക്കണം, അല്ലെങ്കിൽ നീ മാത്രമേ പുറത്തു 2ഉം വീഴണം. സ്വോത്രം. അതുകൊണ്ട് അമ്മാമ്മ തിന്നതിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചു. പനിച്ചു മൂട്ടി ചന്തയിൽ പോയി വന്നപ്പോൾ അച്ചായനും ഇത് കൊടുത്തു. 2 എണ്ണത്തിൻ്റെ രക്ഷയുടെ തേജസ് നഷ്ടപ്പെട്ടു. വൈകിട്ട് സ്വർഗം വിളിച്ചു, ആദമേ നീ ഇവിടെ. അപ്പോൾ ആദം തോട്ടത്തിന് പുറത്ത് മരമുരിയാട കൊണ്ട് അവരുടെ നഗ്നത മറച്ചുകൊണ്ട് രക്ഷയുടെ തേജസ് നഷ്ടപ്പെടുത്തി. നമ്പർ 1, 2 കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. കായീൻ, ഹാബേൽ. ദൈവസന്നിധിയിൽ നിൽക്കേണ്ട കുഞ്ഞുങ്ങൾ നിലത്ത് ആരാധനയ്ക്ക് വേണ്ടി വന്നു. കായീൻ ദൈവസന്നിധിയിൽ നിന്നപ്പോൾ നിലത്തിലെ ഫലങ്ങൾ. ഹാബേൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ കൊണ്ടുവന്നു. കുഞ്ഞാടിൻ്റെ തുള്ളലിൽ ദൈവത്തിൻ്റെ കരമിറങ്ങി വന്നു. അനുജനോട് മറുതലിച്ച കായീൻ കയ്യിലിരുന്ന കത്തിയെടുത്ത് അനിയനെ വെട്ടിക്കൊന്നു. ദൈവം അന്ന് കൊടുത്ത ആയുസ് 1 ദിവസം 1000 സംവത്സരം. സ്വന്തം സഹോദരനെ, ഒരു അമ്മയുടെ ഉദരത്തിൽ പിറന്ന സഹോദരനെ ഹാബേലിനെ കായീൻ കൊന്നു. സ്വർഗത്തിൻ്റെ ക്യാമറ കണ്ടു. കായീനോട് ഹാബേൽ സ്വർഗം ചോദിച്ചു, നിന്റെ സഹോദരനെ ഹാബേൽ എവിടെ? സ്വർഗത്തോട് മറുതലിച്ച്, ഞാൻ അവൻ്റെ കാവൽക്കാരന് വേറെ പണി നോക്കുവാൻ. മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുദപിക്കുവാൻ തുടങ്ങി. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി. ബൈബിളിൽ ഉൽപ്പത്തി 6 വരുമ്പോൾ ഏറ്റവും വലിയ ആയുസ് നേടിയ ഒരു കുഞ്ഞുണ്ട്. അവൻ്റെ പേര് മെതുശലേഖ. മെതുശലേഖാര ആനോക്ക് ദൈവത്തോട് കൂടെ നടന്ന് പിന്നെ അവനെ കണ്ടില്ല. മെതുശലേഖക്ക് വെള്ളരുടെ പരിശോധനത്തിനും പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കാട്ടാക്കട ട്രാക്റ്റും കൊടുത്തിട്ടില്ല. ദൈവസഭയ്ക്ക് വേണ്ടി പണിയൊന്നും കൊടുത്തിട്ടില്ല. അവൻ ഒരു കാര്യം ചെയ്തു, അവൻ്റെ അപ്പൻ ദൈവത്തോടു കൂടെ നടന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും പെട്ടിയെടുത്ത് നല്ല വചനത്തോടു കൂടെ നടന്നു. കരമുയർത്തുന്നവർക്കായി വചനമെടുത്തവൻ്റെ തലമുറകളെ ആയുസ്സും നന്മയും കൃപയും കരുണയും കൊടുത്ത് കാത്തു പരിപാലിക്കുന്ന നല്ല ദൈവത്തെ ഇന്ന് രാത്രി നാം ഉയർത്തുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും, നമ്മുടെ കർത്താവ് ഇന്നലെയും ഇന്നും നാളെയും എന്നേക്കും അനന്യം തന്നെ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി മെതുശലേഖ ബൈബിളിൽ ഏറ്റവും കൂടുതൽ ആയുസ്. കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം. സൺഡേ സ്കൂൾ താലന്ത് പരീക്ഷ 969. അവനും 1000 ആരും തികഞ്ഞില്ല. ഉൽപ്പത്തി 6 ആദ്യ ഭാഗം തുടങ്ങുമ്പോൾ 5 മെതുശലേഖിന്റെ കല്ലറ കാണിക്കുന്നു. 6 വരുമ്പോൾ പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. ദൈവത്തിന്റെ പുത്രന്മാർ ലോകത്തിന്റെ പുത്രന്മാർ. ഇന്നത്തെ കണക്ക് ലെസ്ബിയൻ കൈമാരേജ് ഇഷ്ടമുള്ളതിനെ കയ്യെ പിടിച്ച് പ്രൈസലോട് പറഞ്ഞു വരുന്ന കാലം. അതുകൊണ്ട് സ്വർഗം പറഞ്ഞു, ഈ മനുഷ്യനിൽ സദാകാലവും എൻ്റെ ആത്മാവ് വർദ്ധിക്കത്തില്ല. അപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്തു, ആയുസിനെ വെട്ടിക്കൊടുത്തുക. 1000 മാറ്റി ഒറ്റശേഖരമംഗലത്ത് ചിന്നമ്മാമ ബ്ലൗസ് ഇരിക്കുന്ന പോലെ 120 സംവത്സരം. അവൻ കണ്ടപ്പോൾ ലാമെക്ക് എന്ന് പറയുന്ന ഹല്ലേലൂയ മെതുശലേഖിന്റെ തലമുറകളിൽ ഒരുവനെ ലാമെക്കുള്ള തലമുറയായി ഒരുവൻ വന്നു. അവൻ്റെ പേര് അനുഗ്രഹിക്കപ്പെട്ട ഒരുവൻ നോഹ. ദൈവത്തിന്റെ കൃപയോട് കൂടെ ഇരുന്ന് അവനോട് പറഞ്ഞു, എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കണം. എന്ത് വലിയൊരു ന്യായവിധി വരുന്നു, പ്രളയം വരുന്നു, നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ എടുത്ത് എല്ലായിടത്തും പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. നോഹ തിരുവനന്തപുരം മുതൽ വടക്കേ ഇന്ത്യ വരെ അവർ പ്രസംഗിച്ചു. ആ സമയത്ത് ദൈവം ഒരു കാര്യം പറഞ്ഞു, ഒരു പെട്ടകം നീ പണിയണം. 7 അടിസ്ഥാന ഉപദേശം പെട്ടകത്തിന്. എന്ന് രാത്രി പാലാട്ടുകോണം കേൾക്കണം. 1 ഗോഫേർ മരം, 2 നീളം എത്ര 300, 3 വീതി 50, 4 ഉയരം 30, 5 3 തട്ടുകൾ, 6 സൈഡ് വാതിൽ, 7 കിളിവാതിൽ. കരമുയർത്തുന്നവർക്കായി 7 അടിസ്ഥാന ഉപദേശമാ ദൈവസഭയുടെ പെട്ടകത്തിൻ്റെ പണി. കേട്ടുകൊണ്ടേ ഇന്ന് രാത്രി എഴുന്നേൽക്കാവൂ. നോഹ പെട്ടകം പണിയാൻ എല്ലാവരെയും ഏൽപ്പിച്ചു. സ്ട്രക്ചറൊക്കെ ക്ലിയറായി, പെയിൻ്റൊക്കെ അടിച്ചു, വാർണിഷൊക്കെ അടിച്ച് എയർ ഹോളും ഒക്കെ പമ്പ് ചെയ്തു. അപ്പോഴാ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇനി സൗണ്ട് സിസ്റ്റം ഒക്കെ വിട്ടാൽ എല്ലാവരും പറഞ്ഞില്ലോ. ആ സമയത്താണ് നോഹയെ കയറി കുറ്റിയിട്ട് പെട്ടകത്തിന് അടച്ച് 8 പേരാ പെട്ടകത്തിൽ കയറിയത്. സ്വർഗം എന്താ കുറ്റിയിടാൻ കാര്യം? അതിനൊരു വ്യത്യാസമുണ്ട്. ഈ അന്നത്തെ കാലത്ത് തുടങ്ങിയതാ ചായ, യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്, ഇതെല്ലാം അന്ന് തുടങ്ങിയതാണ് നോഹയുടെ കാലത്ത്. നോഹ പെട്ടകത്തിൻ്റെ കുറ്റിയിട്ടപ്പോൾ മഴയും കൊല്ലിയാനും ഒക്കെ ഉണ്ടായി. സ്വോത്രം. പെട്ടകത്തിൻ്റെ മോട്ടർ ഓൺ ചെയ്തില്ല. അപ്പോൾ ഈ പ്രസംഗം കേട്ട പലരെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഇരിപ്പുണ്ട്. അവർക്ക് പിടികിട്ടി. വല്യപ്പൻ പറഞ്ഞു ശരിയാന്ന്. സ്വോത്രം. ഉടനെ പൂവാറിൽ ഐലൻഡിന് അങ്ങോട്ട് ഓടി വരും. നോഹയുടെ പെട്ടകത്തിൽ വന്ന് കോളിംഗ് ബെല്ലടിക്കും. സ്വോത്രം. ആ സമയത്ത് ഞങ്ങൾ വീണില്ലെങ്കിലും ഭാര്യമാർ പറയും, സഭയുടെ സെക്രട്ടറിയും പ്രതിപുരുഷനും ഇല്ല, അച്ചായൻ കാശ് മേടിച്ചിട്ട് പെട്ടകം തുറന്ന് അകത്ത് കയറ്റാൻ പറയും. സന്തോഷമില്ലല്ലോ. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം കൂറ്റിയിട്ടത്. ഇന്ന് രാത്രി നോഹയല്ല പെട്ടകത്തിൻ്റെ കൂറ്റിയിട്ടത്. ഒരു കാര്യം ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, ദൈവം ഒരു കൂറ്റിയിട്ടാൽ പിന്നെ ഒരു വ്യക്തിക്കും അത് തുറക്കാൻ കഴിയത്തില്ല. പിന്നെ ഇന്ന് രാത്രി പാലാട്ടുകോണത്തെ ദൈവമക്കളോട്, ദൈവം നിനക്കൊരു വഴി തുറന്നാൽ
കോട്ടൂരിലെ മന്ത്രവാദിക്ക് നിന്റെ വഴി അടയ്ക്കാൻ കഴിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടും, അവനൊരു വാതിൽ തുറന്നാൽ അതാർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. പെട്ടകം പടപെടാൻ നീങ്ങുവാൻ തുടങ്ങി. മഴ പെയ്തു. അന്നത്തെ മഴയാ ഇന്ന് ദുബായിലൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? ആദ്യ ദിവസം ഞാൻ പറഞ്ഞു തൊടുന്നില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ എല്ലായിടവും മുങ്ങും കേട്ടോ. ഇവിടെ ഇനി കേരളത്തിൽ വരാൻ പോകുന്ന എൽ നീനോ പ്രതിഭാസമാണ്. ഭയങ്കരമായി ഇടിവെട്ട, വൈകിട്ട് കറണ്ട് കാണത്തില്ല, വെള്ളവും കാണത്തില്ല, അങ്ങനെ ഒരു സംഭവം വരുന്നത്. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട. വലിയ മേഘങ്ങൾ കൂട്ടിയിടിക്കുന്ന ഒരു പ്രതിഭാസമായി എൽ നീനോ. അത് സംഭവിച്ച നോഹയുടെ കാലം. ഈ വർഷം കേരളത്തിൽ മെയ് പകുതി കഴിയുമ്പോൾ നിങ്ങൾക്കും കാണാം മേഘം കൂട്ടിയിടിക്കുന്നു. അതിൻ്റെ പേര് ക്ലൗഡ് എക്സ്പ്ലോഷൻ. അതിൻ്റെ ഒരു പകർപ്പെടുത്തിട്ടാണ് ഇന്ന് പലരും കൃത്രിമ മഴ പെയ്യിക്കുന്നത്. നോഹയുടെ കാലത്ത് മേഘം കൂട്ടിയിടിക്കുന്നത് കണ്ടിട്ടാണ് കൃത്രിമ മഴ പെയ്യിക്കുന്നത്. ഇതിൽ പോകാൻ ഇന്ന് രാത്രി എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗം വിടുന്നു. ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നു. അന്നാദ്യമായിട്ട് നോഹയുടെ കാലത്ത് സുനാമി അടിച്ചത്. 2004 ആഴിയുടെ ഭണ്ഡാരഗൃഹങ്ങൾ തുറന്നു. അതാ സമുദ്രത്തിൽ നിന്ന് സുനാമി, അഗ്നിപർവ്വതം പൊട്ടി. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ പെട്ടകം 40 ദിവസം ആടിപ്പോയി. നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു ഇത് തകരുമെന്ന്. നോഹയുടെ ഭാര്യയും പറഞ്ഞു, പിള്ളേരും പറഞ്ഞൊരു കാര്യമുണ്ട്, മിക്കവാറും ഇത് തീർന്നു പോകുമെന്ന്. നോഹ പറഞ്ഞു വിഷമിക്കേണ്ടത് യഹോവയാൽ പണിയപ്പെട്ട പെട്ടകമാണ്. ഇങ്ങനെ യാത്ര ചെയ്ത് മുൻപ് 40 ദിവസം മഴയെല്ലാം അസ്തമിച്ചു കഴിഞ്ഞു. നോഹ പെട്ടകത്തിൽ നിന്ന് ആദ്യം മലങ്കാക്കെ വിട്ടു. മലങ്കാക്ക വന്നും പോയി നിന്നു. പിന്നെ പ്രാവിനെ വിട്ടു. പ്രാവിടയ്ക്ക് പോയി വന്നു. പിന്നെ പ്രാവ് വന്നില്ല. അപ്പോൾ വെള്ളമിറങ്ങി. ഇങ്ങനെ പെട്ടകം ഇവിടെ ചെന്നു. അവസാനം അരാരാത്തിനകത്ത് ചെന്നുറപ്പിച്ചു. ഇന്ന് രാത്രി ഇവിടെ ഒരു ദൂതുണ്ട്. കാറ്റും കൊടുങ്കാറ്റും പെരുങ്കാറ്റുമൊക്കെ അടിച്ചപ്പോൾ നോഹയുടെ ഭാര്യ കുഞ്ഞുങ്ങൾ ഉപദേശിയോട് പറഞ്ഞ കാര്യമുണ്ട്. അച്ചായ, കർത്താവ് പറഞ്ഞൊന്നും ശരിയല്ല, മിക്കവാറും നമ്മൾ പൂവാറുള്ള കടലിൽ നിന്ന് അറബിക്കടൽ വീഴുമെന്ന്. നോഹ പറഞ്ഞൊരു കാര്യമുണ്ട്, ഭാരപ്പെടണ്ട. അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ കാറ്റടിച്ചാലും പെരുങ്കാറ്റടിച്ചാലും കൊടുങ്കാറ്റടിച്ചാലും ഈശാന് മൂലം നിനക്കെതിരെ അടിച്ചാലും അടിസ്ഥാനമിട്ടത് ദൈവത്തിന്റെ വചനത്തിലെങ്കിൽ നിന്റെ പെട്ടകം കടലിനകത്ത് തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ദൂതേറ്റെടുക്കുന്നവർക്ക് ഇന്ന് രാത്രി നിന്റെ ക്രൈസ്തവ ജീവിതത്തിനെതിരെ ചുഴലിക്കാറ്റ് വരും, കൊടുങ്കാറ്റ് വരും, ക്യാൻസർ വരും, ട്യൂമർ വരും, ഒരുപക്ഷെ സാമ്പത്തിക കടഭാരം വരും. എന്നാൽ ഇന്ന് രാത്രി പറയണം, ഈ വചനമെടുത്ത് ഞാൻ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിത്തരിച്ചാൽ ഒരുപക്ഷെ എൻ്റെ ജീവിതമാകുന്ന പടകിന് നേരെ പല പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചാലും അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ അവസാനമായി എന്നെ കൊണ്ടെത്തിക്കുവാൻ അവന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നിന്റെ പേടകം തകരുവാൻ, നിന്റെ കുടുംബജീവിതം തകരുവാൻ, നിന്റെ മക്കളുടെ ഭാവി തകരുവാൻ ആരാധിക്കുന്ന ദൈവം ഇതിലെ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അല്പം നീ ഒന്ന് കറങ്ങിയാലും, അല്പം നീ ഒന്ന് കുലുങ്ങിയാലും, അല്പം നിന്റെ പെട്ടകത്തിന് നേരെ ഒരു പെരുവെള്ളം കയറിയാലും അടിസ്ഥാനമിട്ടത് സർവശക്തനെങ്കിൽ നിന്റെ പെട്ടകത്തെ ആരാരത്തിനകത്ത് ഉറപ്പിക്കുവാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ചെറുപ്പക്കാരൻ നീ പതറരുത്. സഹോദരി നീ തളരരുത്. ഈ കാറ്റുകളൊക്കെ താൽക്കാലികമാണ്, കാണുന്നത് താൽക്കാലികമാണ്. എന്നാൽ വിശ്വസതയോടെ അടിസ്ഥാന ഉപദേശത്തിൽ ദൈവത്തെ മുട്ടുമടക്കി ആരാധിച്ച നിന്റെ കുടുംബത്തെ നിത്യതയിൽ എത്തിക്കുക, നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുക. ഒരുപക്ഷെ പടകിനകത്ത് പ്രതികൂലം കാണും, നാട്ടുകാർ അനുകൂലമായിരിക്കത്തില്ല, ഭവനത്തിലും പ്രതികൂലം കാണും. എന്നാൽ ഇന്ന് രാത്രി കരുത്തുറ്റ ഒരു കരം നിന്റെ പടകിനകത്ത് ഇറങ്ങി വന്നാൽ അരാരാത്തിനകത്ത് ഉറപ്പിക്കുക. നോഹയുടെ പെട്ടകത്തിനകത്ത് ഇറങ്ങി വന്ന കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഇന്ന് രാത്രി കുടുംബങ്ങൾക്കെതിരെ, കുഞ്ഞുങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ട് ഈശാന മൂലനെ പോലെ തകർക്കുക. പദ്ധതി വെച്ച ദുഷ്ടപിശാചിന്റെ നടുവിൽ ചില കുടുംബജീവിതങ്ങൾ നിൽക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിന്റെ തകർച്ചയുടെ രാത്രിയാ. ജയാളിയായ കർത്താവിന്റെ കരം ഇന്ന് രാത്രി അവരെ തൊട്ടുകൊണ്ട് ഇന്ന് രാത്രി നിത്യതയുടെ കവാടമായ അരാരാത്തിനകത്ത് അവരെ എത്തിക്കുന്ന രാത്രിയാ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രി പാലാട്ടുകോണത്ത് തകരുക, ഒറ്റശേഖരമംഗലത്ത് നീ പതറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സ്വോത്രം. അരാരാത്തിനകത്ത് അവൻ ഇറങ്ങി. നല്ല സ്ഥലമാണ്. നമ്മുടെ വെള്ളറയിൽ നിന്ന് അട്ടയിൽ പോകുമ്പോൾ ഡാം പോലെ ഒരു നല്ല സ്ഥലമായിരുന്നു അരാരാത്ത്. അവിടെ നല്ല കൃഷിയൊക്കെ തുടങ്ങി. ഇപ്പം മൈക്കും സൗണ്ട്സും പാട്ടും ഒക്കെ പോയി. അവൻ ആദ്യം തുടങ്ങിയത് മുന്തിരി കൃഷി. എല്ലാവരും കേൾക്കണം. മുന്തിരി കൃഷി തുടങ്ങി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ആദ്യം മാർത്താണ്ട കളിക്ക് അവൾ വെള്ളറുടെയൊക്കെ കൊടുത്ത് ചെറിയ പൈസ കിട്ടി. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ഹോൾസെയിൽ പാർട്ടികളുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് വന്നു. ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? നല്ലതുപോലെ നോഹയെ സമീപിച്ചിട്ട് പറഞ്ഞു, വെള്ളറുടെ കൊടുത്തു കഴിഞ്ഞാൽ കിലോയ്ക്ക് 20-25 കിട്ടൂ. അത് വേണ്ട, ഞങ്ങൾ കിലോയ്ക്ക് 50 തരാം, പെട്ടി പാക്ക് ചെയ്താറ് ആദ്യമായിട്ട് നല്ല കാശ് തരാമെന്ന്. നോഹയും വിചാരിച്ച് എന്തിനാ ചില്ലറ കൊടുക്കുന്നത്? ഹോൾസെയിലായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്ന മദ്യ വ്യവസായികൾ, ബിവറേജസുകാർ, കള്ളുണ്ടാക്കുന്നവർമാർക്ക് നല്ല പണത്തിന് കൊടുത്തു. അവന്മാരിതെല്ലാം കയറ്റിക്കൊണ്ടു. ഇങ്ങനെ പല പ്രാവശ്യം വന്ന് നോഹയോട് സന്തോഷമായി. അന്നേരം നോഹയോട് പറഞ്ഞു, അച്ചായ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഇച്ചിരി സാമ്പിൾ ബോട്ടിലുണ്ട്, കുടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. സ്വോത്രം. ആദ്യം നോഹയൊന്ന് മടിച്ചു നിന്ന് ഉപദേശം പ്രസംഗിച്ചതാണ്. അപ്പം ഈ ഇന്നത്തെ ചില ദുരുപദേശക്കാർ പറയുന്ന ഒരു കാര്യമാണ്, 30 അടിച്ചാലും കർത്താവ് ക്ഷമിക്കും.
ശപിക്കും. സന്തോഷമില്ലല്ലോ, ഇച്ചിരി അടിച്ചാലും കുഴപ്പമില്ല. സ്വോത്രം. നോഗയെ കെണിയിൽ വീഴ്ത്തി. ആദ്യം 30 60 90 പാട്ടായില്ല, പ്രാർത്ഥനയില്ല. നമ്മുടെ പിന്നെ ഒറ്റശേഖരമംഗലത്തെ തോമാച്ചായി കള്ളു കുടിച്ചിട്ട് പോസ്റ്റിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന പോലെ അവൻ കിടക്കുക. നോഹ സ്വോത്രം. വീരന്മാർ പട്ടുപോയത് ദാ കിടക്കുന്നു. മക്കളെല്ലാം വന്ന് നോക്കി ഹല്ലേലൂയ പാടി അന്യഭാഷയിൽ ആരാധിച്ച് ഉപദേശിപ്പോൾ കള്ളു കുടിച്ചു. ജഡത്തിൻ്റെ രാഗമോഹങ്ങൾ അദ്ദേഹത്തിൻ്റെ അകത്ത് കയറിക്കൊണ്ടവൻ വീണുപോയപ്പോൾ കുഞ്ഞുങ്ങൾ കൂടാരവാതിക്കൽ. അതിനകത്ത് ഒരുത്തൻ മറവിക്ക് വേണ്ടി മുണ്ടുവരെ മറച്ചിട്ടെന്ന് പഴയ കാലം. ആ കാലഘട്ടത്തിൽ നോഹ കെട്ടുവിട്ടു. കിട്ടിയത് കനാന്റെ പിതാവ്. ഉടനെ പറഞ്ഞു കനാൻ ശപിക്കപ്പെട്ടവൻ. ആ വാക്ക് കേട്ടപ്പോൾ ദൈവം പറഞ്ഞു അവൻ തീരാറായി, ഇനി അവന് രക്ഷയില്ല. സ്വർഗം നോഹയെ തള്ളി, അവൻ നോയായി. നേരെ ദൈവം അവിടെ പോയി. 1498 കിലോമീറ്റർ കനാൻ. അവിടെ അബ്രഹാം, അവിടെ ആദമിൻ്റെ കുടുംബത്തിൽ പിന്നെ ഒരു സന്തതി ഉണ്ടായിരുന്നു, ശേത്തിന്റെ തലമുറയിൽ ഒരുവൻ ഉണ്ടായിരുന്നു. തേരകിന്റെ മകനായി പുടിമക്കത്ത് വിഗ്രഹത്തെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരുവൻ ഉണ്ടായിരുന്നു, അബ്രാം. അവനെ വിളിച്ചു. സ്വർഗം പറഞ്ഞു വരാൻ പറഞ്ഞു. അബ്രാമേ വാ. ഉൽപ്പത്തി 12 നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. വാഗ്ദത്ത കനാനിൽ 2 പേര് വന്നു. ഒന്നേ അബ്രഹാം, വിളികെ കാത്ത ലോത്ത്. ആ കാലഘട്ടത്തിനകത്ത് അവർക്ക് 2 പേർക്കും കല്യാണം. അബ്രഹാമിന്റെ ഭാര്യ സാറ, ലോത്തിന്റെ ഭാര്യയ്ക്ക് ബൈബിളിലും പേരില്ല, ഗൂഗിളിലുമില്ല. ആ കാലഘട്ടത്തിൽ വാഗ്ദത്ത സന്തതിയായി ഒരുവൻ ലഭിച്ചു, ഇസഹാക്കിന്റെ സന്തതിയായി ഒരുവൻ വന്നു, യാക്കോബ്. ഇസ്രായേലിൽ കടക്കാം. യാക്കോബ് എന്തായി തീർന്നെന്നറിയാമോ? സ്തോത്രം. നോഗയുടെ കാലം പറഞ്ഞപ്പോഴാ ഒരു കാര്യം മറന്നുപോയത്. ഞാൻ അങ്ങ് ഓർമ്മിച്ച് പറയുക. ഇന്ന് പല പാസ്റ്റർമാരും ഇച്ചിരി അടിക്കുന്നവരാണ്. സന്തോഷമില്ലല്ലോ. ഇവിടുത്തെ പാസ്റ്റർമാർ ഓൺലൈനിൽ കാണുന്നത്. ദയവ് ഇത് നിങ്ങൾ വെളിനാട്ടിൽ പോകുമ്പോൾ, ഗൾഫിലെങ്ങും കയറി പോകുമ്പോൾ പ്ലെയിനകത്ത് വെച്ച് കള്ള് കുടിക്കരുത്. ഞാൻ ഇപ്പോഴേ പറഞ്ഞിരിക്കുക. സ്വോത്രം. എയർ ഹോസ്റ്റസ് തന്നാലും ആരും അറിയാതെ ബാങ്കിൽ ഇട്ടേക്കണം. ഇന്ന് പിള്ളേരെ ക്യാമറയുണ്ട്, അവന്മാർ അന്നേരെ ഫോട്ടോ എടുക്കും. കോട്ടയത്തെ തങ്കപ്പൻ്റെ ഫോട്ടോ കണ്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് തിരുവനന്തപുരത്തെയും ദൈവദാസന്മാരെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആവശ്യമില്ലാതെ എയർ ഹോസ്റ്റസ് സാമ്പിൾ ബോട്ടിൽ കൊണ്ട് തന്ന കണ്ണ് മടച്ച് ബാഗ് ഇട്ടേക്കണം. പിന്നെ എവിടെയെങ്കിലും അപ്പുറത്തിരിക്കുന്നവൻ്റെ ക്യാമറയുണ്ട്. നമ്മൾ മാസ്ക് മാറ്റി അടിച്ചാലും അവ ഒറ്റപ്പടം. നാളെ വരും. ദുബായ് ചുറ്റൂട്ടയ്ക്ക് പോയ കർത്തൃദാസൻ പൈൻ്റ് അടിക്കുന്നു. തീർന്നില്ലയോ? എല്ലാം ശരിയായി. സ്വോത്രം. അതുകൊണ്ട് നോഗയ്ക്ക് കിട്ടിയോലെ പൈൻ്റ് അടിക്കാതെ പാസ്റ്റർമാർ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ ദുഃഖിക്കേണ്ട. ഇന്ന് രാത്രി കേട്ടോണം എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ അബ്രഹാമിന് സന്തതിയായി ഇസഹാക്കിൻ്റെ സന്തതിയായി യാക്കോബ്. ഒരമ്മയുടെ ഉദരത്തിൽ 2 കുഞ്ഞുങ്ങൾ, ഏശാവും യാക്കോബ്. എന്താ യാക്കോബിൻ്റെ പ്രത്യേകത? അവൻ അമ്മയുടെ കൂടെ അങ്ങ് നിൽക്കുക. വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകത്തില്ല, പഠിക്കാനും പോകത്തില്ല. അമ്മച്ച് കൊടുക്കുന്ന പെണ്ണുങ്ങഞ്ഞിയും അച്ചാറും ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. യേശാവിൻ്റെ പരിപാടി, അവൻ വനവേട്ടക്കാരനും മൃഗശാലയാണ്. നെയ്യാറിലും അമ്പൂരിയിലുമല്ല വനവേട്ട ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു സുപ്രഭാത ഭയങ്കര ചൂട് 40. അപ്പോൾ യേശാവ് പോയിട്ട് വരുന്ന സമയത്ത് ഇവൻ എന്തോ ഇതെന്നറിയാമോ? യാക്കോബ് ജ്യേഷ്ഠാവകാശം തട്ടാൻ നല്ല പയർ പായസവും നല്ല കൊക്കക്കോളയും കൊണ്ടുവന്നു. ഈ കൊക്കക്കോള അവിടെ വെച്ചു. പയർ പായസത്തിൻ്റെ മൂടിയും തുറന്നിട്ടു. യേശാവ് പറഞ്ഞു അനിയാ യാക്കോബ്, ഈ പയർ പായസവും കൊക്കക്കോളയും തരും. അവൻ പറഞ്ഞ് തരാം ചേട്ടാ, പഴയ നിയമ നിന്റെ ജ്യേഷ്ഠാവകാശം തരണം. ഒന്നേ യേശാവിൻ്റെ പരാജയം, ഒരു നേരത്തെ ആഹാരത്തിനും വെള്ളത്തിനും വേണ്ടി ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി. 2 ഇപ്പം നമ്മുടെ അപ്പച്ചനായ യാക്കോബിൻ്റെ അപ്പച്ചി ഇസഹാക്കിന് കണ്ണുമണ്ണി. ആ സമയത്ത് ഒരു കാര്യമുണ്ട്. സ്തോത്രം. എന്താ അമ്മച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. ദാണ്ട യാക്കോബേ, റബേക്ക പറഞ്ഞു എന്താ കാര്യം എന്ന് പറയുമോ? ഈ അപ്പച്ചന് ഇപ്പം നല്ല ചുട്ട അൽപകാമം കുഴിമന്തിയൊക്കെ കിട്ടിയാൽ കൊള്ളാം, വേട്ടയിറച്ചി കിട്ടുക. ഏശാവ് പറഞ്ഞ് ഞാൻ എൻ്റെ കയ്യിൽ തോക്കുണ്ടല്ലോ, ഞാൻ പോയി നല്ല വേട്ടയിറച്ചി കൊണ്ടുവരാം. ഏശാവ് പോയ സമയത്ത് അമ്മ യാക്കോബിനോട് പറഞ്ഞു അനുഗ്രഹം അപ്പൻ്റെ അവസാന മോമെൻ്റ് മേടിക്കണമെങ്കിൽ നീ എവിടുന്നെങ്കിലും സമൃദ്ധമായ ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. സമൃദ്ധമായ ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഒരു പരിപാടി ചെയ്തു. തൊഴുത്തിലെ മൃഗത്തെ കട്ട് ചെയ്തു. നല്ല മട്ടൻ കറി ഉണ്ടാക്കി. നമ്മളിപ്പോൾ ബിരിയാണിക്ക് എസൻസ് അടിക്കുന്നു അതുപോലെ നല്ല എസൻസും കുടഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് കറി ശരിയാക്കി. അപ്പോൾ അമ്മ പറഞ്ഞു ഇത് കൊണ്ട് കൊടുക്കണം. അമ്മയോടവൻ പറഞ്ഞു അപ്പനെൻ്റെ കൈ തടവ്. അമ്മ അതിന് സൊല്യൂഷൻ കൊടുത്തു. യേശാവിൻ്റെ രോമക്കൊപ്പായം നീ ഇടണം. എന്നിട്ട് അപ്പൻ്റെ അടുത്ത് പോകണം. എന്തൊരു കള്ളനാണെന്നറിയാമോ? അവൻ നേരെ അപ്പൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഒരു സംശയം. അപ്പൻ ചോദിച്ചു നീ എൻ്റെ ഏകജാതനായ ആദ്യജാതനായ യേശാവോ? ഈ യാക്കോ പറഞ്ഞുകൊണ്ട് അതേ പപ്പ എന്ന് പറഞ്ഞു. സ്വോത്രം. എന്നിട്ട് അപ്പച്ചൻ കൈ തടവിയ രോമക്കുപ്പായം. ഇത് എവിടുന്ന് കിട്ടിയെന്ന് രണ്ടാമത്തെ കള്ളം. കർത്താവ് പെട്ടെന്ന് തന്നു നല്ല സുന്ദരമായ ഇറച്ചി. സ്വോത്രം. ഇതെല്ലാം അപ്പച്ചൻ ചാക്കിട്ട് വെള്ളവും കുടിച്ചു കഴിഞ്ഞപ്പോൾ ഈ മകനെ അനുഗ്രഹിച്ചു. 2 കാര്യം. യാക്കോബ് ഇസ്രായേലിലേക്കുള്ള യാത്രയാണ്. അവൻ എന്ത് ചെയ്തെന്നറിയാം? അമ്മയുടെ അടുത്ത് വന്ന് അമ്മ പറഞ്ഞു എൻ്റെ പൊന്നു കുഞ്ഞെ ഇനി ഇവിടെ നിൽക്കരുത്. നീ ഒന്ന് അവൻ്റെ ജ്യേഷ്ഠാവകാശം, 2 അനുഗ്രഹം. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കരുത്, സ്ഥലം വിട്ടോണം. അയ്യോ ഇപ്പം പാലാട്ട് വേണം കഴിഞ്ഞിട്ട് ഒരു വകയും അറിയാത്തവനായിരുന്നു ഈ ചെറുപ്പക്കാർ. അപ്പോൾ എവിടെ പോയെന്നറിയാം? അമ്മച്ചി ഒരു ലെറ്ററും കൊടുത്തു. ഇന്നത്തെ കാലത്ത് ഒരു വാട്സപ്പും കയ്യിൽ കൊടുത്തു. ഒരു കുപ്പി വെള്ളവും വടിയാട്ടി യാത്ര. രാവിലെ തുടങ്ങിയ യാത്ര. പോയി ആറുകാണി ചെന്ന് അവിടെ ചെന്ന് മലയുടെ അവിടെ വീണ്. അതിൻ്റെ പേരാ ലൂസിൻ്റെ പട്ടണം. പുറകെ നോക്കിയാൽ ഏശാവ്. പോന്ന എവിടെ? ലാബാൻ്റെ വീട്. ഒരു ഗൂഗിൾ
പരിപാടിയും കിട്ടുന്നില്ല. അന്ന് രാത്രി അവന് പിടികിട്ടി ഞാൻ എന്തായാലും തീരുമോ. അന്ന് രാത്രി യാക്കോബ് ഒരു കാര്യം ചെയ്തു. കല്ല് തലയണയായി വെച്ചു. അവൻ്റെ കണ്ണുനീർ പടപടായി കല്ലിനകത്ത് വീഴുവാൻ തുടങ്ങി. എസിക്കകത്ത് റിമോട്ടുമായി ടെലിവിഷനും കണ്ടുകൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ പുറകിൽ ഏശാവും മുൻപിൽ ലാബാന്റെ വീടറിയാതെ അവൻ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ കരയുവാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിന്റെ കോവണി അവന് വേണ്ടി ഇറങ്ങി വന്നു. കരമുയർത്തുന്നവർക്കായി പ്രതിസന്ധിയുടെ നടുവിൽ എന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് നിന്റെ തലയണയ്ക്കകത്ത് കണ്ണുനീരിറങ്ങുമോ അന്ന് രാത്രി സ്വർഗത്തിന്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഒരു രാത്രി കൂടി ഗ്രൗണ്ടിൽ പറ, അവങ്കിലേക്ക് നോക്കിയ മക്കൾ പാലാട്ടുകോണത്ത് പ്രകാശിതരായി. ലൂസാകട്ടെ പാലാട്ടുകോണത്താകട്ടെ, നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ സ്വർഗത്തിന്റെ കോവണിക്ക് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നീ തളർന്നവിടെ കിടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സ്വർഗത്തിന്റെ ടാച്ചിങ് ഇറങ്ങി വന്നാൽ നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ഇന്ന് രാത്രി യാക്കോബിന്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ആ വചനം ഇന്ന് രാത്രി ഹൃദയങ്ങളിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമായി ഈ പാലാട്ടുകോണത്ത് ദൈവമക്കൾ മാറട്ടെ. സഹോദരി, സ്വർഗത്തിന്റെ കരം ഇറങ്ങി വരും. ബ്രദറെ, എന്ന് രാത്രി കണ്ണുനീരിറങ്ങുമ്പോൾ ഒരു കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. അവൻ ആ കോവണി ഇറങ്ങി വന്നു. സംസാരം തുടങ്ങിക്കഴിഞ്ഞു. അവൻ പറഞ്ഞത് എന്താ? ഞാൻ പോകുന്ന യാത്രയിൽ കൂടെ ഇരിക്കണം, എൻ്റെ വീട്ടിലേക്ക് മടക്കി കൊണ്ടുവരണം, കഴിപ്പാനും കുടിപ്പാനും തരണം. അങ്ങനെ വഴി അവന് തുറന്നു കിട്ടി. എവിടെ പോയി? ലാബാന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ആടുമാടുകളും കർഷക സംഘം ഇതെല്ലാം ഉള്ളത്. ഇവൻ ഈ അഭിഷേകമൊക്കെ പ്രാപിച്ചു കോവണി ഇറങ്ങിയതാ. ആ സമയത്ത് ലാബാൻ എന്ത് ചെയ്തു? ആടുമാടുകളുടെ ചുമതലയെല്ലാം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. കാര്യങ്ങളെല്ലാം സ്വോത്രം. ഒരു ഡിമാൻഡ് വെച്ചു. ലാബാന് നല്ലൊരു മകളുണ്ടായിരുന്നു, അവളുടെ പേരാണ് റാഹേൽ. 7 വർഷം നീ ജോലി ചെയ്താൽ നിനക്ക് റാഹേലിനെ തരാം. അപ്പോൾ ഇത് കേട്ടപ്പോൾ യാക്കോബിന് ഭയങ്കര സന്തോഷമായി. അവൻ ആടുമാടുകളെ മേറ്റി. ഇപ്പം പ്രാർത്ഥനയില്ല, പാട്ടുമില്ല, ഉപവാസവുമില്ല. 7 മാസം കഴിഞ്ഞപ്പോൾ ലാബാൻ നല്ല മനുഷ്യനായിരുന്നു. കാര്യം ശരിയാക്കി കൊടുത്തു. ഒരു കല്യാണം രാത്രിയിലായിരുന്നു ആ കാലത്തെ കല്യാണം. അന്ന് രാത്രി കല്യാണം നടന്നു. ആരാ കല്യാണം നടന്നതെന്നറിയാമോ? റാഹേലല്ലായിരുന്നു. കണ്ണ് മങ്ങിയ ലേഖയെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തു. സന്തോഷമില്ലല്ലോ. രാവിലെ അവൻ തലയെ മുണ്ട് മാറ്റി നോക്കിയപ്പോൾ റാഹേലല്ല, ലേയ. ഇന്ന് രാത്രി മനസ്സിലാക്കണം. കൊടുത്ത ഒറ്റശേഖരമംഗലത്തല്ല, ബാംഗ്ലൂരും കിട്ടും. സന്തോഷമില്ലല്ലോ. വചനം മനസ്സിലാകുന്നവർക്കായി. ഈ യാക്കോബ് ആരായിരുന്നു? കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഡിഗ്രി പഠിച്ചവനായിരുന്നു. പക്ഷേ അവൻ്റെ ആ അമ്മായിയപ്പൻ ലാബാൻ കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടത്തുനിന്ന് PhD മേടിയവനായിരുന്നു. സന്തോഷമില്ലല്ലോ. യവനെ കുപ്പിയിലാക്കിയതാ. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി കണ്ണ് മങ്ങിയ അപ്പനെ പറ്റിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ പച്ചക്കിട്ട് വെട്ടി. സന്തോഷം കണ്ടു. കൊടുത്താൽ കിട്ടും മക്കളെ. അതിനെല്ലാം മറുപടി ഉണ്ട്. നീ വിതയ്ക്കുന്നത് നീ തന്നെ കൊയ്യും. ബൈബിളിനകത്ത് കണ്ടു. അപ്പോൾ അമ്മായിയപ്പനോട്ട് വഴക്കുണ്ടാക്കി. എന്നാ പറഞ്ഞ് നിൽക്കാൻ പറഞ്ഞു. 7 വർഷം കഴിഞ്ഞു. റാഹേലിനെ കിട്ടി. അതിനുശേഷം 2 പെണ്ണുങ്ങളെയും കൂടെ കിട്ടി. ബിൽഗാസിൽ 20 വർഷം പോയി. സ്വോത്രം. ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ആയി, 10-15 കുഞ്ഞുങ്ങളൊക്കെ ആയി സന്തോഷമായിട്ടിരിക്കുക. ആ സമയത്താണ് ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പം കാനഡയിൽ UK-യിലും പോയാൽ ലാബാൻ്റെ കുഞ്ഞുങ്ങൾ എവിടെ പോയെന്നറിയാമോ? വെളിനാട്ടിൽ പോയ കുഞ്ഞുങ്ങൾ മടങ്ങി വന്നു. ഇവിടെ വന്ന് ഒറ്റശേഖരമംഗലം മണ്ഡപത്തിൻകടവ് ലാബാൻ്റെ പ്രോപ്പർട്ടി നോക്കിയപ്പോൾ ഈ യാക്കോബ് കള്ളവിൽപത്രം എഴുതി എല്ലാം അടിച്ചു മാറ്റി. സന്തോഷമില്ലല്ലോ. ബാങ്കിൽ കിടന്ന പേപ്പറെല്ലാം ഇവൻ മാറ്റി. കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമായി. കുഞ്ഞുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ചെറുപ്പക്കാർ കാണിക്കുന്ന പോലെ കത്തി കാണിക്കാൻ തുടങ്ങി. അപ്പൻ്റെ രഹസ്യവും പറഞ്ഞു. അപ്പൻ എന്തോ ചെയ്തെന്നറിയാമോ? ഇപ്പോൾ അപ്പൻ്റെ മുഖവും റെഡിയല്ല. അപ്പം യാക്കോബിന് പിടികിട്ടി ഏത് സമയത്തും അടി വീഴും. അങ്ങനെ ഇപ്പോൾ കുഞ്ഞുങ്ങൾ UK-യിൽ നിന്ന് വന്ന പിള്ളേർ ഊട്ടിയിലും കൊടൈക്കനാലിലും പോയി. ലാബാൻ ആടുകളുടെ രോമം കത്തിരിക്കാൻ പോയി. 2 ഇന്നോവ ഉണ്ടായിരുന്നു. ഭാര്യമാരെ കുഞ്ഞുങ്ങളെയും വിളിച്ചുകൊണ്ട് എവിടെ വന്ന്? നെയ്യാറിൻ്റെ കരയിൽ വന്ന്. അതാ യാബോക്കിൻ്റെ കടവിൽ ഇവൻ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവൻ അക്കരെ കയറാൻ വയ്യ. പെൺപിള്ളാരെ അക്കരെ കയറ്റിവിടാം. പക്ഷേ അന്ന് ഒരു മൽപ്പിടുത്തം നടത്തി. ഒരു ദൂതൻ, അന്ന് ആള് കുറഞ്ഞ സമയമാണ്. യാബോക്ക് കടവ് ഒരു ദൂതന് വന്നു. അവനുമായിട്ട് മൽപ്പിടുത്തം നടത്തിയിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? ദൂതൻ ആരുമായിട്ട്? യാക്കോബോട്ട് മൽപ്പിടുത്തം നടത്തി. അവൻ കാലിൻ്റെ തൊണ്ട വിടാതിരുന്നു. ഉഷസാകുന്നത് വരെ മൽപ്പിടുത്തം. അവസാന ദൂതൻ ചോദിച്ചു, കുഞ്ഞേ നിന്റെ പേരെന്തുവാടാ? അപ്പം അവൻ പറഞ്ഞു, എൻ്റെ പേര് യാക്കോബാ. ഉൽപ്പത്തി 32:27. നിന്റെ പേരിന് യാക്കോബെന്നല്ലോ. അപ്പനീ സ്വർഗത്തോട് മനുഷ്യനോട് മല്ല് പിടിച്ചതുകൊണ്ട് നിന്റെ പേര് ഇസ്രായേൽ. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അവിടെ തുടങ്ങുക ഈ ജെറുസലേം. അല്ലാതെ മനോരമക്കാരനും ഏഷ്യാനെറ്റും പറയുന്നതല്ല ഇസ്രായേൽ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഭാഗമുണ്ട്. യാബോക്ക് കടവിൽ വരുമ്പോൾ ഇവനൊരു പേടി ഉണ്ടായിരുന്നില്ല. ആരാ?
ഏശാവ് വരുമെന്ന്. ഇവൻ ഭയങ്കര ചതിയനാ. റാഗേൽ നല്ല പെങ്കൊച്ചായിരുന്നു, അവളെ മുമ്പിൽ നിർത്തിയില്ല. ആരെ നിർത്തി? കണ്ണു മങ്ങിയ ലേയെ മുൻപിൽ നിർത്തി. ഏശാവ് വാളുമായിട്ട് വന്നാൽ ആദ്യം എവളെ തട്ടിയാലും കുഴപ്പമില്ല, റാഗേൽ എൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന്. സന്തോഷം കണ്ടോ? യവനാ ചതിയൻ ചന്തു യാക്കോബ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇപ്പോൾ അവർ ഒരു ജാതിയായി. യാക്കോബിൻ്റെ തലമുറ യോസഫ്. യോസഫ് അവസാനം എവിടെ ചെന്നറിയാം? മിസ്രയീമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പനെ കൊണ്ടുപോകാൻ രഥങ്ങൾ വന്നു. ഇവർ മിസ്രയീമിൽ ഒരു ജാതിയായപ്പോൾ ഒരു യഹൂദൻ 10 പേരെ കൊല്ലുമെന്നറിയാം. അപ്പോൾ ഫറവോൻ ഒരു കൽപ്പന, എബ്രായ കുടുംബത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ കൊല്ലുവാൻ. അതിൽ നിന്ന് ഒരുവനെ ദൈവം തെരഞ്ഞെടുത്തു, മോശയാൽ ഇസ്രായേൽ ജനം അവിടെ പടർന്നു. 1 യാക്കോബിന്റെ പേര്, 2 അവർ ഒരു ജനമായി. യോസഫിന്റെ നേതൃത്വത്തിൽ അവർ മിസ്രയീമിൽ വന്നപ്പോൾ ഒരു ജാതിയായി. ഫറവോന്റെ അടിമത്തം, കട്ടക്കളത്തിൽ ഊഴിയവിചാരകന്മാരുടെ ചാട്ടവാർ, അവരുടെ നിലവിളി ഞാൻ കണ്ടു, കഷ്ടത ഞാൻ കേട്ടു, തീർന്നില്ല. 30 ലക്ഷം ജനം ആഴമേറിയ ചെങ്കടൽ കടന്നു. മോശ അവിടെ പോയി. അതിനുശേഷം 2 പേരെ മാത്രം, നമ്മുടെ യോശുവയും കാലേബും, അവർ മുന്തിരിക്കൊല വെട്ടിക്കൊണ്ടൊരു ദേശത്ത് വന്നു. ആ ദേശമാ ഇസ്രായേൽ ദേശം അവരുടെ കൈകളിൽ. അന്ന് ആദ്യമായി ഒരു രാജാവിനെ കിട്ടി. ആദ്യത്തെ രാജാവ്? കഴുതി അന്വേഷിച്ച് പോയ ശൗലിനെ പിടിച്ച് ഇസ്രായേലിന്റെ രാജാവ്. ബൈബിളും ചരിത്രവും 40 വർഷം. രണ്ടാമത്തെ സംഭവം, അടുത്ത 40 വർഷം ദാവീദ്. അതിനുശേഷം ദാവീദിന്റെ സന്തതിയായി ഒരുവൻ ഇസ്രായേലിനെ ഭരിച്ചു, ശലോമോന് ശേഷം വീണ്ടും ഒരു രാജാവ് എന്ന രഹാബായാം. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ വെട്ടിമുറിക്കപ്പെട്ടു. ജെറുസലേം 1 ഇസ്രായേൽ, അതിന്റെ തലസ്ഥാനമാ ശമരിയ. 2 യഹൂദിയുടെ തലസ്ഥാനം ജെറുസലേം. ഈ ജെറുസലേമിലാ അന്തിമ യുദ്ധം. എന്നിട്ട് ഇന്ന് രാത്രി അവിടെ ജെറുസലേമായി 19 ഗോത്രങ്ങൾ, അല്ല 19 ഭരണാധികാരികൾ ജെറുസലേം. അത് കഴിഞ്ഞ് 3 ഭരണാധികാരികൾ യഹൂദിയിൽ. 21 പേർ ഈ രണ്ടിടത്തായി ഭരിച്ചു. അങ്ങനെയെങ്കിൽ ബൈബിളിലെ കാലങ്ങൾ മാറി. തലതങ്കൻ നെബൂഖദ്നേസർ, നെഞ്ചും കൈയും വെള്ളി കൊണ്ട് ദാര്യാവേശും ഘോരശും, അരഭാഗം ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ, ഇരുമ്പിന്റെ കാലിനത്തോടെ. അന്ന് യേശു ക്രിസ്തു ഭൂതലത്തിൽ വരുന്നത് റോമിന്റെ ഭരണകാലത്ത്. അന്നത്തെ വിഷയം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ഏവർക്കും അറിയാം, യേശുവിന്റെ ക്രൂശീകരണം. മത്തായി 27-25 വീട്ടിൽ ചെന്ന് വായിക്കണം. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറമേലും വന്ന് ഭവിക്കട്ടെ. എന്താ സംഭവിച്ചതെന്നറിയാമോ? ലോകത്തിന്റെ 5 വൻകരകളിൽ യഹൂദൻ ചിതറി. 1914 മുതൽ 17 വരെ 1-ാം ലോക മഹായുദ്ധം. അവർ മടങ്ങി തുടങ്ങി. 1948 മെയ് 14 മടങ്ങിപ്പോയി യഹൂദൻ ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തി, ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളിർത്തു, കൊമ്പിളതായി, കരമുയർത്തുന്നവർക്കായി. അന്നാണ് ഇസ്രായേൽ രാഷ്ട്രം രൂപമാകുന്നത്. അത്തി മുതലായ വൃക്ഷങ്ങൾ. ഇനി ആ ചരിത്രം എന്തുകൊണ്ട്? അന്ന് ഇസ്രായേൽ രൂപീകൃതമാകുമ്പോൾ 20,750 കിലോമീറ്ററുള്ള ഇസ്രായേൽ, കേരളത്തിന്റെ 6 ജില്ലയുടെ വകുപ്പ്. അതിൻ്റെ അപ്പുറത്ത് പലസ്തീനുണ്ട് 6,750 കിലോമീറ്റർ. 6,750 കിലോമീറ്റർ പലസ്തീൻ. അതിനോട് ചേർന്ന് കിടക്കുന്നത് ഏറ്റവും നിർണായകമായ റമല്ല. അതിനോട് ചേർന്ന് കിടക്കുന്ന റമല്ല കഴിഞ്ഞിട്ട് വേറൊരു സംഭവമുണ്ട്. പലസ്തീൻ്റെ അടുത്ത് ഇപ്പുറത്ത് 374 കിലോമീറ്റർ കിടക്കുന്ന ഗാസ. ഒന്നിൽ റമല്ലയുണ്ട്. 6,750 കിലോമീറ്ററിനകത്ത് കിടക്കുന്നത് റമല്ല. ഇപ്പുറത്ത് കിടക്കുന്ന ഗാസയുടെ അതിർത്തിയ ഈജിപ്തിൻ്റെ ഇന്നത്തെ കാണുന്ന അടി നടക്കുന്ന റാഫ. ഇവിടുത്തെ അടിയ എന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രയേലിൻ്റെ നടുവിൽ ഒരു 671 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാ ജെറുസലേം. 1 ജെറുസലേം. 2 പരിഭ്രമപാത്രമായി. അത് മാറിക്കഴിഞ്ഞു. 1948 മെയ് 14 671 കിലോമീറ്റർ അവരുടെ കയ്യിലായി. അത് കഴിഞ്ഞിട്ട് 1967 അറബ് ഇസ്രായേൽ വാർ. 6 ദിനം എല്ലാവരെയും പരാജയപ്പെടുത്തി ജെറുസലേം അവരുടെ കയ്യിലാക്കി. പരിഭ്രമപാത്രം. 3 ഇന്നത്തെ പ്രഭാഷണം, ഭാരമുള്ള കല്ലായി ജെറുസലേം മാറി. 15 കാര്യങ്ങളാ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ. അന്തിമ യുദ്ധം ഇതിനേക്കാ. ദാണ്ട് ഇസ്രായേൽ ഇറാൻ പോകുന്ന ഇനി പടപട വാക്യം വായിക്കും. അന്നത്തെ ജെറുസലേം ആദ്യം മെയ് 14 48 ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തിയപ്പോൾ അന്നത്തെ തലസ്ഥാനം ടെൽ-അവീവ് മാറി. ദാണ്ട് ജെറുസലേം ഇന്ന് അവരുടെ തലസ്ഥാനമായി മാറി. 2 ഏറ്റവും നിർണായകമായി ലോകം വിട്ടുനിന്നു. ജെറുസലേമിൽ US എംബസി. ആര് തുറന്ന്? എംബസി. ട്രംപ് തുറന്നു കൊടുത്തു. ഭാരമുള്ള കല്ല്. സെക്രട്ടറിയാവ് പറഞ്ഞത്. ഇനി ആ ജാതികൾ, ഇസ്രയേൽ ഇനി ജൂതരാഷ്ട്രം, ആർക്കും അവനോട് മറുതലിക്കാൻ പറ്റത്തില്ല. 4 ജെറുസലേമിന്റെ പ്രത്യേകത. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. 3 മതങ്ങളുടെ സംഗമഭൂമി. ഇസ്ലാം മതം, ക്രൈസ്തവ മതം, യഹൂദൻ. അത് കഴിഞ്ഞിട്ട് 5ാമത്തെ കാര്യം പുണ്യ കേന്ദ്ര ഹോളി ലാൻഡ്. 6 മക്ക മദീന കഴിഞ്ഞാൽ യഹൂദന്റെ ഏറ്റവും നിർണായകമായ സ്ഥലമാ ജെറുസലേം. അവിടെ അലക്സാ പള്ളി. 7 മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്തെന്ന് ഇസ്ലാം പറയുന്നു. പക്ഷേ അതല്ല അതിൻ്റെ ശരി. അബ്രഹാം ഇസഹാക്കിന് യാഗം കഴിപ്പിച്ച ഒരു പാറയുണ്ട്. അതിൻ്റെ പേരാ ഡോം ഓഫ് റോക്ക്. അതെന്നവർ കൈക്കലാക്കി. 7, 8 ലോക ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായി ഏകദേശം
60 പ്രാവശ്യം യുദ്ധമേറ്റ സ്ഥലം. 9 ഏറ്റവും നിർണായകമായി 43 പ്രാവശ്യം ജനം ഓടി. ആ 10ാമത്തെ കാര്യം 23 പ്രാവശ്യം രക്തമൊഴുകിയ പട്ടണമാ ജെറുസലേം. അത് കഴിഞ്ഞ് 11ാമത്തെ കാര്യം യേശുവിൻ്റെ ക്രൂശീകരണം ഇവിടെ, യേശുവിൻ്റെ അമ്മ മറിയയുടെ കല്ലറ ഇവിടെ, യേശുവിൻ്റെ തൈലലേപനം നടന്ന ഇവിടെ, യേശു തുവന്ന കിദ്രോൻ തോട് ഇവിടെ. അത് കഴിഞ്ഞ് യഹൂദന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തൊരു ചെറുപ്പക്കാരനുണ്ട്, അവൻ്റെ പേരാ തിയോഡർ ഹെർസൺ. ചോദിക്കും PSCക്കും വരും, ഇനി ഇസ്രായേലിലെ കാര്യം ഇന്ത്യക്കാർ കൊണ്ടുവരും. തിയോഡർ ഹെർസൺ യവൻ്റെ കല്ലറ ഇവിടെ. ഈ സ്ഥലത്തിന് വേണ്ടിയ അന്തിമ അടി നടക്കുന്നത്. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്. ഇത്രയും നിറവേറി ഇന്ന് രാത്രി ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. അതാ ഇന്നത്തെ പ്രസംഗം. കടക്കാം. അതിനാസ്പദമായി ഇനി പടപട വാക്യങ്ങൾ. ഇവിടെ ഒരു യുദ്ധം ഇപ്പോൾ നടക്കുന്നു. അതിൻ്റെ പേര് റഷ്യ ഉക്രൈൻ യുദ്ധം. എല്ലാവരും ശ്രദ്ധിക്കണം. എന്താ റഷ്യ ഉക്രൈൻ യുദ്ധം? ലോകത്തിലെ 2 വൻശക്തികൾ, 1 അമേരിക്ക, 2 യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക് അഥവാ ഇന്നത്തെ റഷ്യ. റഷ്യയുടെ പ്രത്യേകത എന്താ? 1987 റഷ്യയിൽ ഒരു ഭരണാധികാരി വന്നു. ആരാണെന്നറിയാമോ? ഏറ്റവും നിർണായകമായി വ്ളാഡിമിർ ഗർബച്ചോവ് റഷ്യയുടെ പ്രസിഡന്റായി വന്നു. അദ്ദേഹത്തോട് ആൾക്കാർ പറഞ്ഞു, സാറേ ഈ റഷ്യ വെട്ടിമുറിക്കണം, ഇനി ഇവിടെ എല്ലാവർക്കും ആഹാരവും വെള്ളവും കൊടുക്കാൻ പറ്റത്തില്ല. അന്നാണ് റഷ്യ വെട്ടിമുറിക്കപ്പെട്ടത്. പുറകെ വായിച്ചു തരാം. ആരായിട്ട്? 15 റഷ്യ ദൈവം വെട്ടിമുറിച്ചു. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ, ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, ബെലാറസ്, അർമേനിയ, ജോർജിയ, ചെച്ചിനിയ, ക്രിമിയ, സൈബീരിയ. ഇതെല്ലാം റഷ്യ എന്ന് പോയ 15. പുറകെ വായിക്കുമ്പോൾ മനസ്സിലാകും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. 26 മാസം കഴിഞ്ഞു. തിരുവനന്തപുരംകാർ ശ്രദ്ധിക്കണം. നിങ്ങളുടെ പത്രത്തിൽ എന്നും റഷ്യ ഉക്രൈൻ. ഇന്ന് 2010 2013 ഉക്രൈനിൽ ഒരു ഭരണാധികാരി വന്നു, യഹൂദൻ സെലൻസ്കി. അവൻ അമേരിക്കയോട് ചേരാൻ തുടങ്ങി, നടന്നില്ല. 16 ബൈഡനോട് പറഞ്ഞു, തീർന്നില്ല. 20 യൂറോപ്യൻ യൂണിയനകത്ത് അവൻ ചാടാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ റഷ്യയുടെ സകല രഹസ്യങ്ങളും ചോരും. റഷ്യയുടെ കസ്റ്റഡിയിൽ നിന്ന് ഈ ഉക്രൈൻ കൂടെ കിടന്നെങ്കിലും പോയാൽ അത് അവന് കുഴപ്പമായിട്ട് വരും. അന്ന് തുടങ്ങി ഈ പ്രശ്നമാ. 2022 ഫെബ്രുവരി മാസം 24-ാം തീയതി മുതൽ ആക്രമണം ആരംഭിച്ചു. എന്തിനു വേണ്ടി? റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. ഒരു ചാനലുകാരും പറയത്തിൽ എഴുതിക്കോ. 1 ലോകത്തിലെ ഏറ്റവും നല്ല വെള്ളം കിട്ടുന്ന നദി നിപ്പർ നദി ഉക്രൈനിൽ. 2 ഏറ്റവും നല്ല ഗോതമ്പ് റഷ്യ കഴിഞ്ഞാൽ കിട്ടുന്ന സ്ഥലമായിരുന്നു ഉക്രൈൻ. ഉക്രൈനുമായിട്ട് അടി തുടങ്ങിയതിൻ്റെ പിറ്റേന്ന് നമ്മുടെ റേഷൻ കടയിൽ ആട്ടപ്പൊടി പോയി. കരം ഉയരുന്നില്ലല്ലോ, സന്തോഷമില്ലല്ലോ. ഇപ്പോൾ ആട്ടപ്പൊടി ആർക്കെങ്കിലും കിട്ടും? അമ്മമ്മ, ഇത് ഉക്രൈനുമായിട്ട് അടി തുടങ്ങിയത് അന്നാ പോയത്. സ്വത്രം. 3 റഷ്യയിലെ ആണവ നിലയമാ ഏത് ചൊർണോബ്, ഇന്നത് കത്തിക്കടക്കുക. ഇവിടേക്ക് ഉക്രൈൻ ഒരു ആണവലയുണ്ട്, സഫ്രോഷ്യ ആണവ നിലയം. ഇത് പിടിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ 26 മാസമായിട്ട് അടി നടക്കുന്നത്. പക്ഷെ ഇത് പിടിക്കത്തില്ല. ഈ ആക്രമണം എവിടെ? ഇസ്രയേലിലേക്ക് പോകും. ഇനി പടപടാ വാക്യങ്ങൾ. 4ാമത്തെ സംഭവം. 1 ഇസ്രയേൽ, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്, 4 ജാതികൾ വിരോധമായി. ഒരു എസ്സേ പോലെ ഇന്ന് രാത്രി എഴുതിക്കോ. വായിക്കാം.